ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യമാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഈ അധ്യായങ്ങൾ കഴിഞ്ഞ ചില മോർണിംഗ് മെഡിറ്റേഷനിൽ നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ് എന്നെനിക്കറിയാം. എങ്കിലും ഈ ചില ദിനങ്ങളായി പരിശുദ്ധാത്മാവ് എന്നെ ഈ വചനങ്ങളിലൂടെ വീണ്ടും വീണ്ടും ധ്യാനിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ടും ഇന്ന് പ്രഭാതത്തിൽ പ്രത്യേകിച്ചും എന്നെ വളരെ പിടിച്ചു നിർത്തിയ ചില വാക്കുകൾ നാം ഒന്നിച്ച് ധ്യാനിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനത്തിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും കമ്പിവാചകങ്ങളിൽ പറവാൻ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇതിനോട് ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായം മുതലാണ് ഇതിന് പശ്ചാത്തലം കിടക്കുന്നത്. പത്രോസും യോഹന്നാനും ഒരു മുടന്തനെ സൗഖ്യമാക്കുവാൻ കർത്താവ് അവർ ഉപയോഗിക്കുകയും അത് നിമിത്തമായി മഹാപുരോഹിതന്മാരും അവരുടെ കൂട്ടാളികളും അവനെ പിടിക്കുകയും അവരെ പിടിച്ച് വിസ്തരിക്കുമ്പോൾ ഇനി ഒരിക്കലും യേശുവിനെക്കുറിച്ചോ ദൈവവചനമോ പ്രസ്താവിക്കരുതെന്നുള്ള താക്കീത് കൊടുത്ത് അവരെ വിട്ടയക്കുമ്പോൾ അവർ കൂട്ടാളികളായ തങ്ങളുടെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് ചെന്ന് അവരൊന്നിച്ച് ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്നുള്ളത്, ദൈവമേ, ജനം വിടുവിക്കപ്പെടുന്നു, സൗഖ്യമാകുന്നു, നിന്റെ വചനം പരക്കുന്നു, ഇത് തടയുവാൻ ശ്രമിക്കുന്ന ശക്തികളെ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്നുള്ള അവരുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് പ്രൈസ് ദി ലോർഡ് നമ്മൾ പകൽക്കാലം ധ്യാന ചിന്തയിലേക്ക് എടുത്തത്. ഈ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്ന 4 മറുപടി. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ന് വെച്ചാൽ ദൈവവചനം പറഞ്ഞ് കൂട്ടാളികളായ അല്ലെ കൂട്ടായ്മയിൽ വന്ന് കൂടിയിരുന്ന് ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ 4 മറുപടികളാണ് ഈ ധ്യാന ചിന്തയിൽ നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ മറുപടി എന്നുള്ളത് സ്തോത്രം, ഭൂമി കുലുങ്ങി എന്ന് കാണുന്നു. ഭൂമി കുലുങ്ങുന്നു എന്ന പദം കേവലം ഇവിടെ മാത്രമല്ല, പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പുതിയ നിയമത്തിൽ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ബന്ധപ്പെട്ടും ഉയർപ്പിനോടുള്ള ബന്ധപ്പെട്ടും നമ്മൾ ഭൂമി കുലുങ്ങി അല്ലെങ്കിൽ ഭൂകമ്പം എന്ന പദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്ന് പാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഭൂമി കുലുങ്ങി എന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ പലയിടങ്ങളിലും കാണുന്നുണ്ട്. ഭൂമി കുലുങ്ങി എന്ന പദം രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവ സാന്നിധ്യത്തെയാണ്. ദൈവസാന്നിധ്യം പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൈവസാന്നിധ്യം അവരെല്ലാവരും അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമതായിട്ട് അവിടെ നമ്മൾ കാണുന്നത് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ കൊടിയ ചെന്നായ്ക്കൾ കിടക്കും, ഒത്തിരി പ്രതിസന്ധികളിലൂടെ നിങ്ങൾ പോകും, നിങ്ങളെ നാടുവാഴികളുടെ മുമ്പിലും രാജാക്കന്മാരുടെ മുമ്പിലും വലിച്ചു കൊണ്ടുപോകും, വലിയ പീഡകൾ നിങ്ങൾ നേരിടേണ്ടി വരും. എന്നാൽ ഇതിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ട ജ്ഞാനം തരും, അവരോട് പറയാനുള്ള വാക്കുകൾ തരും. മാത്രമല്ല പരിശുദ്ധാത്മാവ് നിങ്ങളെ വേണ്ട നിലത്ത് വഴിയിലൂടെ നടത്തും. ഇങ്ങനെ സ്തോത്രം ആശ്വാസം തരും, സമാധാനം തരും. ഇങ്ങനെ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുക്കുന്ന ഗുണഗണങ്ങൾ അവരെ ബോധവൽക്കരിച്ചിട്ട് ഞാനില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ അനുഭവം അവർക്ക് ഓർമ്മയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നോക്കണം, അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നോക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗുണം നാടുവാഴികളുടെ മുമ്പിൽ രാജാക്കന്മാരുടെ മുമ്പിലും മഹാപുരോഹിതന്മാരുടെ മുമ്പിലും
ഒക്കെ ചെല്ലുമ്പോൾ എന്തു പറയണമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അവിടെ പറയേണ്ടതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ തരുമെന്നാണ്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കി ദൈവമക്കളെ, പലപ്പോഴും ഞാനൊക്കെ ഏറ്റവും ഫേസ് ചെയ്യുന്ന ചില കാര്യമുണ്ട്. അത് നമ്മിൽ പലരും ഫേസ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. ചിലപ്പോഴൊക്കെ ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ, ചില ആളുകളുടെ വാക്കുകൾക്ക് മുമ്പിൽ എന്താ പറയേണ്ടതെന്ന് നമുക്ക് അറിയാൻ വയ്യാത്ത സാഹചര്യമുണ്ട്. അപ്പം എന്താ പറയേണ്ടതെന്ന് നമ്മൾ മുൻകൂട്ടി ഒന്നും ചിന്തിച്ച് പ്ലാൻ ചെയ്തൊന്നും പോകണ്ട. പരിശുദ്ധാത്മാവ് സമയത്ത് നമുക്ക് ജ്ഞാനത്താൽ നമ്മെ നിറച്ച് അവർക്ക് പറയേണ്ട ഉത്തരം കൊടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കും പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ചിലപ്പോൾ എന്താ പ്രവർത്തിക്കേണ്ടത്, എന്ത് ചെയ്യണം, ഇത് ചെയ്താൽ ശരിയാണോ എന്ന് ചിന്തിക്കുന്ന ചില സമയങ്ങൾ നമുക്കുണ്ടാകാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ, നിറകപ്പെട്ട് കഴിയുമ്പോൾ നാം ചെയ്യേണ്ടത് എന്തെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. നമുക്കറിയാം, സ്തോത്രം, അനന്യാസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്റെ അടുക്കലേക്ക് നീ ചെന്ന് പൗലോസിന്റെ അടുക്കൽ ചെന്ന്, സ്തോത്രം, പൗലോസിനെ അവൻ പ്രാർത്ഥിക്കുന്നു, അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നത്. ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് എന്നുള്ളത് ഒരു വലിയ അനുഭവമാണ് മക്കളെ. എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണം എന്നറിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത് ചെയ്തു തരികയാണ്. അത് നമ്മളെ സഹായിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ ആശ്വസിപ്പിക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയുടെ ഒരു 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 സ്തോത്രം ഒരു ഫലമാണ്, അല്ലെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഒരനുഗ്രഹമാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളത്. ഈ ധ്യാനചിന്തയിൽ ഒത്തിരി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമതായിട്ട് അവിടെ നമ്മൾ കാണുന്നത് ധൈര്യപ്പെട്ടു. ഏറ്റവും പ്രധാനമായി ഞാൻ എടുക്കാൻ ആഗ്രഹിച്ചൊരു പദം അതാണ്, ധൈര്യപ്പെട്ടു. ദൈവമക്കളെ, ഭയമെന്നുള്ളത് മനുഷ്യ സഹജമാണ്. ഇരുട്ടിനെ ഭയമുള്ളവരുണ്ട്, രോഗത്തെ ഭയമുള്ളവരുണ്ട്, ലോകത്തെ ഭയമുള്ളവരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ കാണുന്നതിനെ എല്ലാം ഭയക്കുന്ന, ഈവൻ ഒരു ചെറിയ ഉറുമ്പിനെ ഭയമുള്ള ആൾക്കാരുണ്ട്, ഒരു പാറ്റയെ ഭയമുള്ള ഭയം ഒരു വലിയ വിഷയമാണ്. സ്തോത്രം. ശബ്ദത്തെ ഭയമുള്ളവരുണ്ട്, ഇരുട്ടിനെ അല്ല ഈ നിഴലിനെ ഭയക്കുന്ന ആളുകളുണ്ട്. ഭയം ഒരു വലിയ വിഷയം തന്നെ. ബൈബിളിനകത്ത് 365 വാക്കുകളുണ്ടെന്നാണ് പറയുന്നത് ഭയപ്പെടേണ്ട എന്ന പദം. ഇപ്പൊ നോക്കണം, കർത്താവിനും അറിയാം നമുക്ക് ഭയം ഉണ്ടെന്ന്. എന്നാ യേശു ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ പറയുന്ന ഭയപ്പെടേണ്ടെന്ന്. കാരണം അവർ പേടിച്ചിരിക്കുക. ആരും തങ്ങളെ ഉപദ്രവിക്കരുതെന്ന് വിചാരിച്ച് മുറി അടച്ചിരിക്കുമ്പം അതിനകത്തേക്ക് വന്നിട്ട് യേശു പറയുന്ന ആദ്യത്തെ വാക്ക് ഭയപ്പെടേണ്ടെന്ന്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഭയം എന്നുള്ളത് ഒരു കേവലം നമുക്ക് മാത്രം ഉണ്ടാകുന്ന കാര്യമൊന്നുമല്ല, ശിഷ്യന്മാർക്ക് പോലും ഉണ്ടായ കാര്യമാണ്. ഏത് ഭക്തനും ഉണ്ടാകാം, ഏത് ലോകക്കാരനും ഉണ്ടാകാം ഭയം. അപ്പോൾ പ്രാർത്ഥിക്കുന്നവന് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്, സ്തോത്രം, ധൈര്യം എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ചില വിഷയങ്ങളൊക്കെ ധൈര്യഹീനരായി പോകും. എന്ത് ചെയ്യണം, സ്റ്റക്കായി പോകുന്ന അവസ്ഥയാണ്. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഒരു അനുഗ്രഹമാണ് ധൈര്യം. നമുക്ക് ഗിദെയോന്റെ ചരിത്രം അറിയാം. ഗിദെയോൻ മിദ്യാനെതിരെ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ തൻ്റെ കൂടെയുള്ള ആളുകളോട് താൻ പറയുന്നുണ്ട്, ഭയവും ഭീരുത്വമുള്ളവർ മടങ്ങിപ്പോക്കൊള്ളാൻ. ഏതാണ്ട് 22,000 പേരാണ് മടങ്ങിപ്പോയത്. യുദ്ധത്തിന് ഓടി വന്നതാണ്, പക്ഷേ തിരിച്ചുപോയവരുടെ എണ്ണം നമുക്കിവിടെ കാണുവാനിടയായിത്തീർന്നു. അപ്പോൾ ഭയമുള്ളവർ ഒത്തിരി ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നത്. ഭയമുള്ളവരെയും കൊണ്ട് യുദ്ധത്തിന് പോയാൽ കൂടെ നിൽക്കുന്നവനെ കൂടെ ഭയപ്പെടുത്തും. അത് ആവർത്തന പുസ്തകത്തിൽ കാണുന്നു. ആവർത്തന പുസ്തകം 8:20 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ ആർക്കെങ്കിലും ഭയവും പേടിയും ഉണ്ടെങ്കിൽ അവൻ മറ്റേ പടയാളികളെയും അധൈര്യപ്പെടുത്താതിരിക്കേണ്ടതിന് അവനെ യുദ്ധത്തിൽ നിർത്തരുത്, അവനെ വീട്ടിൽ മടക്കി അയക്കണം. ആവർത്തനം 20:8. അപ്പോൾ നോക്കണം, ഭയവും ഭീരുത്വമുള്ളവനെ കൂടെ നിർത്തിയ നമ്മളൂടെ ഭയപ്പെട്ടു പോകും. അപ്പോൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ ഒരനുഗ്രഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് ധൈര്യം എന്നുള്ളത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ധൈര്യം പ്രാപിക്കുക. ഇന്ന് അനേക വിഷയത്തിൽ ഭയപ്പെട്ടിരിക്കുന്നതായിരിക്കാം, എന്നാൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ധൈര്യം ലഭിക്കും. 4ാമത്തെ അനുഗ്രഹം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, സ്തോത്രം, ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. എന്ന് വെച്ചാൽ ഇന്നലകൾ ചെയ്തു വന്നത് തടയാനാണ് ശ്രമിച്ചത്, അതിനാണ് വിലക്ക് കിട്ടിയത്, അത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ഇനിയും മുതൽ അനുവാദമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ
അവർ തങ്ങളുടെ കർമ്മപദത്തിൽ വീണ്ടും വ്യാപൃതരായി. എന്ന് വെച്ചാൽ വീണ്ടും ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ നോക്കണം, ഇന്നലകളിൽ ചെയ്തു വന്ന ഹല്ലേലൂയ ദൈവിക കാര്യങ്ങൾ, പ്രവൃത്തികൾ, സ്തോത്രം, അത്ഭുത കാര്യങ്ങൾ ഒക്കെ വീണ്ടും ചെയ്യുവാൻ തക്കവണ്ണം അവർക്കിടയായിത്തീർന്നു. അപ്പോൾ നോക്കണം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ധൈര്യപ്പെട്ടു വീട്ടിൽ ഇരുന്ന നല്ല സ്തോത്രം ഹല്ലേലൂയ അവർ ദൈവവചനം വീണ്ടും പ്രസ്താവിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ ഹല്ലേലൂയ. അവരിലൂടെ വീണ്ടും ദൈവവചനം പരക്കുവാൻ വേണ്ടി തുടങ്ങി. ദൈവജനമേ, ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന 4 അനുഗ്രഹം: 1 ദൈവ സാന്നിധ്യം, 2 പരിശുദ്ധാത്മാവ് നിറയപ്പെടുക, 3 ധൈര്യം ലഭിക്കുക, 4 ഇന്നലകളിൽ ഹല്ലേലൂയ ശക്തമായി ശോഭിച്ചുകൊണ്ട് നിന്ന മേഖലകളെ നിന്ന് തടയിടുവാൻ ശ്രമിച്ച പൈശാചിക മേഖലയെ ജയിച്ച് അതിനേക്കാൾ ശക്തമായി തങ്ങളുടെ പ്രവർത്തന ഹല്ലേലൂയ സ്തോത്രം പദത്തിൽ വീണ്ടും ഹല്ലേലൂയ മുൻപോട്ട് പോകുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ പറയാനുണ്ട്. ഈ വചനഭാഗത്ത് കൊണ്ട് മാത്രം 4 അനുഗ്രഹത്തെയാണ് നമ്മൾ ചിന്തിച്ചത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിന്മേൽ നിങ്ങൾ ഭാരപ്പെടുന്നു, അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഹല്ലേലൂയ തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ എന്നാൽ നമ്മൾ വീണ്ടും നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ധൈര്യഹീനമായി ക്ഷീണിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് പറയണമെന്നറിയാതെ, എന്ത് പ്രവർത്തിക്കണമെന്നറിയാതെ ഇരിക്കുമ്പോൾ ധൈര്യം തന്ന് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ മുൻപോട്ട് നയിക്കും. 4 സ്തോത്രം ഹല്ലേലൂയ കർമ്മപദത്തിൽ ശക്തമായി വീണ്ടും ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് പ്രാർത്ഥന മുടക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. വിഷയങ്ങൾ മുൻപിൽ വരുമ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ അനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിച്ച് പിന്നെയും മുൻപോട്ട് നടത്തുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ ശിഷ്യന്മാർ അങ്ങയുടെ മുമ്പാകെ, വിഷയത്തിനു മുമ്പാകെ ഹല്ലേലൂയ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവർക്ക് കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ചു. കർത്താവേ ഹല്ലേലൂയ, ഈ വചനം ജനത്തിന് അനുഗ്രഹമാക്കണമേ. ആ സാന്നിധ്യം കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ടും ധൈര്യം കൊണ്ടും വീണ്ടും കർമ്മപദത്തിൽ മുന്നേറുവാൻ ജനത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറകോട്ടും ഹല്ലേലൂയ ക്ഷീണിച്ചും അകത്തളങ്ങളിൽ ഒതുങ്ങുവാൻ ആരെയും അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ ഇഷ്ടങ്ങൾ ആരുടെയും ജീവിതത്തിൽ നടക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനാൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നിറച്ച് അവരെ പുറത്തെടുത്ത് കർത്താവ് വീണ്ടും കർമ്മപദത്തിൽ ശക്തമായി ഹല്ലേലൂയ അവരെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യഹീനരാക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും ഹല്ലേലൂയ ശത്രുവിൻ്റെ ആക്രോശങ്ങളിൽ നിന്ന് ഹല്ലേലൂയ അവരെ വിടുവിക്കണമേ എന്നും അടിയനി പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.